CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അങ്ങനെയാണെങ്കിൽ ഓണാഘോഷം കൂട്ടുകുടുംബത്തിലായാലോ? അതിന് ഇത്തിരി കൂടി ഭംഗി കൂടും അല്ലേ? കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഉൾപ്പെടെ പേരുകേട്ട കാണിപ്പയ്യൂർ മനയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാണിപ്പയ്യൂർ കുടുംബത്തെക്കുറിച്ച് ഒരു മുഖവുരയുടെ ആവശ്യമൊന്നും പ്രേക്ഷകർക്കില്ല. തച്ചുശാസ്ത്ര രംഗത്തും ജ്യോതിഷ രംഗത്തും വളരെ പ്രസിദ്ധിയാർജിച്ച കുടുംബമാണ് കാണിപ്പയ്യൂർ മന. ഇന്ന് കാണിപ്പയ്യൂർ മനയിലെ നമ്പൂതിരിമാരും അന്തർജനങ്ങളും ചേർന്നുള്ള ഒരു ഓണാഘോഷം. വാസ്തുവിദ്യയിലും ജ്യോതിഷ രംഗത്തും വളരെ പ്രശസ്തരായ കാണിപ്പയ്യൂർ കുടുംബത്തിലെ 3 തിരുമേനിമാരെ ഈ ഓണാഘോഷത്തിന് നമുക്ക് ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാരണവരായിട്ടുള്ള കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം തച്ചുശാസ്ത്ര വിദഗ്ധനാണ്. കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഒരുപാട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ വാസ്തുവിദ്യ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. തിരുമേനി, ആദ്യമേ ഹാപ്പി ഓണം. തിരുമേനി, ഇപ്പോൾ എല്ലാ ഓണാഘോഷത്തിനും ഇങ്ങനെ ചേട്ടൻ അനിയന്മാർ ഒരുമിച്ച് കൂടാറുണ്ടോ? ഇപ്പോൾ കൂട്ടുകുടുംബത്തിൽ നിന്നൊക്കെ മാറി അണുകുടുംബങ്ങളാണ്. പക്ഷെ ഈ ഒരു ഓണാഘോഷത്തിനാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. എങ്ങനെയാണ് ആ ഒരു സന്തോഷമൊക്കെ ഇപ്പൊ അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ? പണ്ടത്തെ കാലമൊക്കെ ഓർക്കാറുണ്ടോ? പണ്ടത്തെ കാലത്തും ഓർക്കാറുണ്ട്. അന്നുണ്ട് ഞങ്ങൾക്ക് ഓണക്കാലാവുമ്പോൾ ഒരു പ്രത്യേകത. അന്ന് കുടുംബങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവിടെ അതിനുള്ള ഓണക്കളി അല്ലെങ്കിൽ അങ്ങനെയുള്ള കളിയിലും കാണാറുണ്ട്. പിന്നെ അന്നൊക്കെ പഴവും ഇപ്പൊ ജോലിപരമായിട്ട് ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ പുറത്തൊക്കെ പോണ്ടി വരും. പക്ഷെ എവിടെയാണെങ്കിലും ഓണത്തിന് വീട്ടിലെത്താൻ നോക്കാറുണ്ടോ? തീർച്ചയായിട്ടും മുടങ്ങിയിട്ടില്ല. അപ്പോൾ ചെറുപ്പകാലത്തും അങ്ങനെ തന്നെയാണോ? കൂട്ടുകൂടിയിട്ട് തന്നെ ഒരു ഓണം ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ജോലിക്കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ പോകുന്നു? പോകുന്നുണ്ട്. പാരമ്പര്യം തുടരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ കൗരത്തി കഴിക്കും. അത്യാവശ്യം മാത്രമേ പോവുള്ളൂ. കാണിപ്പയ്യൂർ തിരുമേനിയുടെ കൃഷ്ണൻ നമ്പൂതിരിയുടെ അനിയനാണ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. കാണിപ്പയ്യൂരിന്റെ പഞ്ചാംഗം ഉൾപ്പെടെയുള്ള പബ്ലിക്കേഷൻസിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിത്വമാണ്. എങ്ങനെയാണ് തിരുമേനി ഓണം ഓർമ്മകളൊക്കെ? പ്രത്യേക ഓർമ്മകളൊന്നും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. സാധാരണ രീതിയിൽ ഓണം ആഘോഷം കേരളത്തിലെ എല്ലാ ദിക്കിലും കൊണ്ടാടുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടുള്ള എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കുക, കാലത്ത് അമ്പലത്തിലൊക്കെ പോയി ദേവാലയങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക, വേദമൊക്കെ ചെല്ലുക. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും പൊതുവെ ഞങ്ങൾ നമ്പൂതിരിമാരെ ആചരിച്ച് വരുന്നില്ല. കൈകൊട്ടിക്കളി ഉണ്ടാവും. സ്ത്രീകളുടെ അതിൽ പൊതുവെ അവിടെ കൈകൊട്ടിക്കളി ഉണ്ടാവും. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് കുടുംബത്തിലത്തെ ആൾക്കാർ മാത്രമല്ല, അടുത്തുള്ള കുടുംബങ്ങളിലെ ഇന്നോടൊന്നുമില്ല, എല്ലാവരും വരും. അപ്പൊ അവരും കൂടി ചേർന്നിട്ടാണ് കൈകൊട്ടിക്കളി പതിവ്. എപ്പോഴും മനക്കിലെ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ അതൊരു പേര് കേട്ടിട്ടുള്ള കൈകൊട്ടിക്കളിയാണ്. അവിടെ എൻ്റെ ഓർമ്മ വയ്ക്കുമ്പോൾ ഒരു 10-30 ആൾ 40 ആളുകളൊക്കെ ഉണ്ടാവും.
അത്രയും ആളുകൾ ഒരുമിച്ചുള്ള ഒരുമിച്ചുള്ള കൈകൊട്ടിക്കളിയാണ് കാണുന്നത്. ഇന്നൊക്കെ അതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് ആളെ തേക്കാനുള്ള വിഷമം ചിലപ്പോൾ ഉണ്ടാവും. എന്നാലും അങ്ങനെ ഒരു വിധം നടത്തുന്നുണ്ടെന്ന് മാത്രം. നമുക്കിനി നാരായണൻ തിരുമേനിയിലേക്ക് പോവാം. അദ്ദേഹം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് ചാനലിലൂടെയൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. വാരഫലങ്ങളും ദിവസഫലങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് പങ്കുവെക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹം ഫലങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. എങ്ങനെയാണ് ഓണാഘോഷത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ? ആദ്യമായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരെയാണ്. ഓണം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് ഈ ഓണത്തിന് തന്നെ ഉണ്ടാവുള്ളൂ നല്ല വസ്ത്രം കിട്ടുക, പപ്പടവും പഴമൊക്കെ കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളത് അന്ന് ഓണത്തിന് തന്നെ ഉണ്ടാവും. ഗംഭീര സദ്യ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം അല്ലേ? ഇന്നിപ്പോൾ ആൾക്കാർക്ക് അത് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും മനസ്സിലാവില്ല. എന്തുകൊണ്ട് ദിവസം പപ്പടം ഇല്ല, അന്നെന്താ ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കാർഷിക സംസ്കാരത്തിൻ്റെ ബാക്കി ഭാഗമാണ്. അതായത് മേടമാസത്തിൽ മഴ കിട്ടി കൃഷിയൊക്കെ ചെയ്ത് കർക്കിടക മാസത്തിലെ പഞ്ഞ മാസമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈ ഫലമൂലാദികളൊക്കെ ഏറ്റവും അധികം വിളവെടുപ്പ് വന്ന് ചേരുന്ന ഇതെല്ലാം ഇപ്പോൾ കായ കൃഷി ചെയ്യുക, വാഴക്കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടതേ പറ്റൂ. ഈ സമയത്ത് മാത്രമാണ് നല്ല നേന്ത്രക്കായൊക്കെ കിട്ടുള്ളൂ. ഇന്നിപ്പോൾ അതല്ലല്ലോ, കൃഷി ഏത് വിധത്തിലും ചെയ്യും. അപ്പോൾ ഇത് ഒന്നുണ്ട്, ഈ ചിങ്ങമാസം ആകുമ്പോൾ അതേവരെ ഉണ്ടാക്കി കർമ്മം കൊണ്ടുണ്ടാക്കിയ ഫലമൂലാദികൾ പറയട്ടെ, അല്ലെങ്കിൽ ധാന്യങ്ങളായാലും പഴം എന്തായാലും വേണ്ടില്ല. അപ്പോൾ അത് കൂടുതൽ ഒരു പുതുമോട് കൂടിയിട്ട് കഴിച്ച് സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഓണത്തിൻ്റെ. അപ്പോൾ സാധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലമാണെങ്കിലും ആ ഓരോ കൊല്ലങ്ങളിലും അതാത് കാലത്ത് കൃഷി ചെയ്ത് അതിനൊരു കാര്യമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യണോ നമ്മൾ ഭക്ഷിക്കണോ, അതിനേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള കർമ്മ ഫലത്തിലുള്ളൊരു സന്തോഷമാണ്. ആ സന്തോഷം പങ്കുവെക്കലാണ് സാധാരണ ഈ ഓണാഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പേർക്കൊന്നുമില്ല, അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. ദിവസം അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മുമ്പൊക്കെ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒപ്പം വരും. ഓണക്കളി ഈ സ്ത്രീകൾക്കുള്ള തിരുവാതിരക്കളി മാത്രമല്ല, എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഈ ഏറ് പന്ത് ഉണ്ടാക്കും. ഏറ് പന്ത് അന്ന് കളിക്കാൻ വേറെ പന്തൊന്നും മേടിക്കാൻ കിട്ടില്ല. പന്ത് തുണി കൊണ്ട് ചിറ്റി ഉണ്ടാക്കി അതിൻ്റെ മുകളിലൊരു ചുമപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കളറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഏറ് പന്ത് കൊണ്ട് എറിഞ്ഞ് കളിക്കുക. കുറേ ആൾക്കാരുണ്ടാവും അതിൽ എറിഞ്ഞ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഉന്നമില്ല. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നല്ല ഉന്നമുള്ളവരായിരുന്നു അല്ലേ? അത് വാങ്ങേണ്ടതുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ കുട്ടികൾക്ക് മാങ്ങ വേണ്ട, കുട്ടികൾക്ക് മാങ്ങ വേണ്ട, കഴിക്കാൻ അറിയില്ല. രണ്ടുപേര് കൂടുതൽ എടുത്തിട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിന്ന് പിടിക്കാൻ പോകുന്നൊരു കളി ഉണ്ടല്ലോ. അത് ഇവിടെയൊക്കെ ധാരാളം കുട്ടിക്കാലത്ത് ഈ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മുറ്റത്ത് ധാരാളം കാണാറുണ്ട്. കൂട്ടത്തിൽ കമ്പവലി ഉണ്ടാവും. എന്തായാലും അങ്ങനെയുള്ള ഓരോ ആ പഴയ തന്നെ അണച്ചാലും ഓരോരോ പുതുമയായിട്ടുണ്ടാവുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ പങ്കുവെക്കലാണെന്നുള്ളതൊക്കെ ഒരേ ഒരു കാര്യമാണ്. ഏതിനായാലും നമുക്ക് പ്രധാനം സന്തോഷവും സുഖമാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു ഉന്നാണ് ഇതേവരെ ഉണ്ടായിരുന്നതിനെ മറന്ന് പുതിയ സ്മേലിക്ക് വരവ്. അതേപോലെ എനിക്കൊന്ന് തോന്നാറുണ്ട്, എല്ലാം ഓണാവുമ്പോൾ പൂവിടാനായിട്ട് പണ്ട് ഈ കൊട്ടയും കൊണ്ട് പോകും, പൂക്കൾ പറിക്കാനായിട്ട്. ആ കൊട്ടയും കൊണ്ട് പോകുമ്പോൾ ഒരു വയലറ്റ് നിറമുള്ള ഒരു പൂവുണ്ട്. എന്താ അതിന് പേര് പറയുക? വയലറ്റ്. ഒരു ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ടുള്ളൊരു കൊങ്ങിണി പൂവ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. തുമ്പപ്പൂ കിട്ടും. ബാക്കി തുമ്പപ്പൂ കുറേ എണ്ണം വേണം. ഇന്നിപ്പോൾ ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്ന പൂക്കളാണല്ലോ. തുമ്പപ്പൂ കാണാനേ ഇല്ല പല പറമ്പുകളിലും. അതെ ധാരാളം കിട്ടും. അതെ, പൂവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുറ്റി പൂവിട്ട് കഴിഞ്ഞാൽ തന്നെ പൂവിടലായി. അത് നിർബന്ധമാണ്. അങ്ങനെ ആ ഒരു കൊങ്ങിണി പൂവെന്നൊക്കെയാണ് പറയുന്നുണ്ട്. അതിന് വളരെ ആഹ്ലാദം ജനിപ്പിക്കുന്നതാണ് ഈ പൂക്കളൊക്കെ. സ്വതവേ അങ്ങനെയാണല്ലോ. നമുക്ക് എന്ത് വിഷമാവസ്ഥകളുണ്ടെങ്കിലും പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആഹ്ലാദ സൂചകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ആഹ്ലാദ സൂചകമായിട്ട് ഒരു ഒത്തുചേരൽ. ഇപ്പം ഈ ഓണം, പിറന്നാൾ, വിഷു, തിരുവാതിര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒത്തുചേരാനുള്ളൊരു വഴി
പ്രകൃതി കാണിച്ചു തരികയാണ്. അതിനുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ നമുക്കിപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരം എന്നുള്ള നിലയിലാണല്ലോ ഇതൊക്കെ വന്ന് നമ്മൾ ആചരിക്കണത്. സംസ്കാരം ആചരിക്കുന്നത് എന്തിനാണ്? ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓണം അതെ. അപ്പോഴാണ് എല്ലാ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണ രീതികളൊക്കെ ഈ ഓണക്കാലത്തേ കിട്ടുള്ളൂ വാസ്തവത്തിൽ. ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളീയർ പിന്തുടരുന്ന ഒരു സംസ്കാരമുണ്ട്. ഇപ്പോൾ രാവിലെ ചാണം മെഴുകി പൂക്കളം ഇടുക, അതുപോലെ തന്നെ വീട്ടുപറമ്പിലെ പച്ചക്കറികൾ കൊണ്ട് ഓണസദ്യ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് ഓണമെല്ലാം ഇൻസ്റ്റൻറ്റിലേക്ക് ചുരുങ്ങി. എനിക്ക് തോന്നുന്നു ഇതൊന്നുമല്ലാത്ത ഒരു പുതിയ മോഡലിലുള്ള ഫാഷനിലുള്ള ഓണം കുറച്ചും കൂടി കളർഫുള്ളാണ്. പക്ഷേ ആചാരങ്ങൾ, പണ്ടത്തെ ആചാരങ്ങൾ പിന്തുടരുന്നില്ല യഥാർത്ഥത്തിൽ. അത് തോന്നിയിട്ടില്ലേ? അങ്ങനെ മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ കുട്ടികളാണെങ്കിലും കുട്ടികളുടെ കുട്ടികളാണെങ്കിലും ഒക്കെ ഇയാളിപ്പോൾ വിവാഹം കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാരുടെ കുട്ടികളൊക്കെ അന്യനാട്ടിലാണ്. അപ്പോൾ അമേരിക്കയിൽ വളരെ വെടുപ്പായിട്ട് ഓണാഘോഷം ഒക്കെ നടക്കണു. നമ്മളെക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളെ UK ക്ഷണിച്ചു, ലണ്ടനിലേക്ക്. ഞങ്ങൾ 10 കൊല്ലം മുമ്പ് പോകുന്നുണ്ടായിട്ടുണ്ട് ഓണാഘോഷത്തിന് വേണ്ടി. അവിടെ ചെന്നപ്പോൾ വിവിധ സംഘടനകൾ വിവിധങ്ങളായിട്ടുള്ള ഞായറാഴ്ചകളിൽ അവർ ഓണാഘോഷം നടത്തുന്നു. അപ്പോൾ അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കേരള കുടുംബങ്ങൾ എന്ന് വെച്ചോളൂ. അപ്പൊ അവർക്കും അതിന്റെ സന്ദർഭമാണെന്നർത്ഥം. അവർക്ക് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്, അവസരമാണ്. അപ്പൊ അതും അവര് വേണ്ട വിധം ഇന്ന് പുറമേ ഉള്ളവരും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നർത്ഥം. ആചരിക്കുന്നുണ്ട്. അവരുടെ പരിമിതികൾക്ക് അനുസരിച്ച് അവരാചരിക്കുന്നുണ്ട്. ഈ നേന്ത്രക്കായൊക്കെ ഇവിടത്തെക്കാട്ടും നല്ല നേന്ത്രക്കായ അമേരിക്കയിൽ, സൗത്ത് അമേരിക്കയിൽ ഒക്കെ നന്നായിട്ട് കൃഷി അമേരിക്കയിൽ കുറേ ഉണ്ട്, കൃഷി സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും അത് പരമാവധി ആചരിക്കും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ത്യയിലെ നല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അയ്യപ്പ ക്ഷേത്രങ്ങളും ഉയർന്നു. ഈ കാണുന്ന അയ്യപ്പ ക്ഷേത്രങ്ങളെല്ലാം തന്നെ മലയാളികളാണ് അതിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള മലയാളി സംഘടനകൾക്ക് മലയാളികൾക്ക് ഒത്തുചേരാനുള്ളൊരു അവസരം കൂടിയാണ് ഈ പറയുന്ന ഓണാഘോഷം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂടി ഒത്തുകൂടാനുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ അവരത് കേരളത്തിലേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് ഒരു പക്ഷേ അവരത് ആഘോഷപൂർവ്വം, ഓണം മാത്രമല്ല ബാക്കി പ്രധാനപ്പെട്ട ആചാരങ്ങളൊക്കെ തന്നെ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം ഞാൻ പറയുക ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അതുകൊണ്ടാണ് മലയാളികൾക്ക് ഒത്തുകൂടാൻ ഉള്ള ഒരവസരം കിട്ടിയത്. അപ്പോൾ ശബരിമല ധർമ്മശാസ്താവ് ഈ കലിയുഗത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് തിരികൊളുത്തി എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അത് ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, മറ്റ് പാശ്ചാത്യ പൗരസ്ത്യ രാഷ്ട്രങ്ങളിൽ ഉയരുന്ന അയ്യപ്പ ക്ഷേത്രങ്ങളും ഗുരുവായൂരപ്പ ക്ഷേത്രങ്ങളും ഗണപതി ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ കേരളീയ രീതിയിലാണ് നിർമ്മിക്കുന്നത് എന്നും ഒരു പ്രത്യേകതയുണ്ട്. കാരണം അതിൻ്റെ ഒരു പവിത്രത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഈ ആഘോഷങ്ങളുടെയൊക്കെ അടിസ്ഥാനം അല്ലെങ്കിൽ മലയാളികൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള അവസരം നൽകിയത് ശരിക്കും അയ്യപ്പസ്വാമിയുടെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നുകൂടി നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. അതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ ഓർമ്മിക്കില്ല, വാമനെ. അതെ. അപ്പോൾ അതുകൊണ്ട് തത്വത്തിൽ പറയുമ്പോൾ എവിടുന്ന് തുടങ്ങിയാലും ആ വാമനത്വമാണ് കൂടുതൽ, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അടിസ്ഥാന തത്വമാണ്. അപ്പോൾ ഗുരുവായൂരപ്പനും വന്നു. അങ്ങനെയുള്ള ഓരോന്നായിട്ട് ഒന്നെന്ന് ഞാൻ പറയില്ല, എല്ലാം ഒരു നമുക്ക് സന്തോഷത്തിനും കൃതാർത്ഥതയ്ക്കുള്ളൊരു വഴി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രത്യേകിച്ച് ഓണാഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നിന്നല്ല എവിടെയായാലും
ഇക്കൊല്ലം അത്തം 11 ഓണമാണ് കേട്ടോ ഇക്കൊല്ലം. അത്തം 11 2 ദിവസം അങ്ങനെയാണോ? നക്ഷത്രം തിരുവോണം നക്ഷത്രം എന്നാണ് ചിങ്ങമാസത്തിൽ 6 നാഴിക വരണേച്ചാൽ അന്ന് തിരുവോണം. അതിൻ്റെ മുമ്പ് എന്നാണ് അത്തം വരണേച്ചാൽ അന്ന് അത്തം. അത് 9-ാമത്തെ ദിവസമായാലും 10-ാമത്തെ ദിവസമായിട്ടും 11-ാമത്തെ ദിവസമായിട്ടും വരുക പതിവുണ്ട്. ഈ വർഷം 11-ാമത്തെ ദിവസമാണ് തിരുവോണം വരുന്നത്. എന്താണ് തിരുവോണത്തിന് എന്താണ് ഇനി പറയാനുള്ളത്? ഇപ്പോൾ തിരുവോണത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10-ാമത്തെ ദിവസം എന്നാണല്ലോ. ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാമനൻ എന്ന് പറഞ്ഞത് 10-ാമത്തെ ആളാണ്. അത്തം മുതൽക്കുള്ള 10-ാമത്തെ ആളാണ്. അപ്പോൾ ആ ദശാവതാരത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൻ്റെ പിന്നാപ്പുറത്തുള്ളവർ മുഴുവൻ മറ്റുള്ള ദേവന്മാരും ഉണ്ടെന്നർത്ഥം. അതിൻ്റെ കൂട്ടായ്മയാണ് ഈ പറഞ്ഞ വാമനത്വം. അപ്പോൾ ദശത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ദശത്വം ഉള്ള ബോഡിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രത്യേകത കൂടി അതിനുണ്ട് അതിൻ്റെ പിന്നിലേ നടത്തും. എല്ലാവർക്കും പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ അല്ല പറയണേ. അപ്പോൾ ആ 10ൻ്റെ പ്രാധാന്യമാണെന്നാണ് ഞാൻ പറയുക. ഇനി തിരുവോണത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. വിഷുവിൻ്റെ ജന്മദിനമായിട്ടാണല്ലോ കണക്കാക്കുക. അപ്പോൾ വിഷുവിൻ്റെ അവതാരമാണ് വാമനമൂർത്തി. അപ്പോൾ ഒരു പ്രത്യേകതയും കൂടിയും വേണമെങ്കിൽ നമുക്ക് പറയാം. വിഷുവിനെ പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം ആ വൈഷ്ണവ അവതാരമായ വാമനമൂർത്തിയുടെ അവതാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓണം. അതുകൊണ്ടാണ് തൃക്കാക്കരയാണ് വാമനമൂർത്തി ക്ഷേത്രം. തൃക്കാക്കര അപ്പനെ വെക്കുന്നു. അതൊരു ചടങ്ങുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പിന്തുടരാൻ ഒരുപാട് വീടുകളുണ്ട് അല്ലേ? ഇപ്പോൾ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓണത്തിന് തൃക്കാക്കരപ്പനെ വെക്കുക എന്നാണ് പറയുക തന്നെ. അപ്പോൾ വാമനമൂർത്തിയുടെ അവതാര ദിവസമാണ്. വാമനമൂർത്തി ആകട്ടെ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. അപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളിൽ വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കാനുള്ള ദിവസമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പൂക്കളം ഇട്ടു കഴിഞ്ഞാൽ തൃക്കാക്കരപ്പനെ വെക്കണം എന്നാണ് പറയുക. അത് വെച്ച് നമ്മളത് പൂജയൊക്കെ ചെയ്യുന്ന പതിവുണ്ട്. തൃക്കാക്കരപ്പനെ വെച്ച് പൂജിക്കുക എന്നുള്ള ഓണത്തിൻ്റെ അന്നേ പതിവുള്ളൂ. അന്ന് വെച്ച് വടക്കേ മുറ്റത്തോ കിഴക്കേ മുറ്റത്തോ അതാണ് തത്വം. അതുകൊണ്ട് ഇവിടെ പടിഞ്ഞാറ് വശം കൊണ്ടൊന്നും വെക്കില്ല സാർ. വീണ്ടും എവിടെ നിന്നുള്ളത് അവസ്ഥയല്ല. അത് വടക്കോ കിഴക്കോ വേണം. ആ മുറ്റത്ത് വെച്ച് അന്ന് അവർക്ക് ആരാധിക്കും. പിന്നെ ആരാധിക്കണം 5 ദിവസം വേണം, രേവതി കഴിയുന്നവരെ. അല്ലെങ്കിൽ മകത്തിൻ്റെ അന്ന് അത് പിന്നെ അത് മകത്തേട്ടിന് വേറൊരു ആചാരമാണത്. അത് പിന്നത്തെ മകത്തിന് വരുമ്പോൾ ആദ്യം വെക്കുന്നത്. അത് ആ തുടർച്ചയുടെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും കൂടി ആഘോഷിക്കാനുള്ള ഒരു തത്വമാണ്. അപ്പോൾ ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസമല്ല, കുറച്ച് നീണ്ടു നിൽക്കുന്നുണ്ടെന്നർത്ഥം. അതാണ് പറയേണ്ടി വരിക. തൃക്കാക്കരപ്പനെ വെച്ച് പൂജിക്കണം എന്നാണ് സാധാരണ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ പോലും പൂക്കളം ഇടുന്നുണ്ടെങ്കിലും അങ്ങനെ തൃക്കാക്കരപ്പനെ വെച്ച് പൂജിക്കുന്ന ഒരു പതിവ് പോകുന്നുണ്ട്. അത് ശരിയാണോ സത്യത്തില്? അല്ല, അത് ശരിയല്ല പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃക്കാക്കരപ്പനെ വെക്കല് ഈ ഓണത്തിൻ്റെ അന്നേ ഉള്ളൂ. അതേവരെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ളതാണ് നമ്മൾ പൂവിടുന്നത്. അതിൻ്റെ വരവുണ്ടെന്നുള്ളത് അറിയിക്കാനുള്ള എല്ലാത്തിനും അങ്ങനെയാണ്ട് വരവ് അറിയിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർണ്ണത എന്നുള്ള അന്ന് വയ്ക്കും. പക്ഷേ പൂർണ്ണത വരച്ചാൽ പിന്നെയും വേണം ഒരു 5 ദിവസം. അതായത് ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിട്ടം ചതയം പൂരട്ടെ ഉത്തരട്ടത് രേവതി. അപ്പോൾ ഫലത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 15 കൊണ്ടേ പൂർണ്ണത വരുന്നുള്ളൂ. അപ്പോൾ പൂർണ്ണത്വത്തിന് ഒന്നായിട്ട് തീരാനുള്ളതിൻ്റെ കണക്കാക്കണം. തൃക്കാക്കരപ്പനെ വയ്ക്കുമ്പോൾ എന്താ ചെയ്യുക, അതിന് നടുക്കിലൊന്ന് വയ്ക്കും. പിന്നെ 4 വശത്തുനിന്ന് ഒന്നുകൂടി ചേർത്ത് വയ്ക്കും. ചേർത്ത് വെച്ച് 5 എണ്ണമായി. ആ 5ൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ജീവത്വം എന്ന് പറയുന്നത് 5 കൊണ്ടുള്ളതാണെന്ന്. പഞ്ചപ്രാണം എന്ന് വെച്ചോളൂ, എന്തായാലും വിരോധമില്ല. അപ്പോൾ അതും കൂടി സൂചിപ്പിക്കാനാണ്. അത് ഒത്തുകൂടിയാൽ മാത്രമേ നമ്മുടെ ശബ്ദമായാലും നമ്മുടെ കർമ്മങ്ങളായാലും നമ്മുടെ സന്തോഷമായാലും പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള അതിനുള്ളൊരു ഓരോരോ വഴികളാണ് പണ്ടുള്ള ഒരു ആചാരം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ സാധാരണ കഴിയുന്നിടത്തോളം കൊണ്ടുപോവുക എന്നുള്ളതാണ്. എന്നാൽ പൊതുവെ തൃക്കാക്കരപ്പനെ പൂജിക്കുക വാമനമൂർത്തിക്ക് തന്നെയാണ് വിഷ്ണു ഭഗവാനാണ്. പക്ഷെ പൂജയായിട്ട് ചെയ്യണമെങ്കിൽ അത് ബ്രാഹ്മണർ തന്നെ വേണം. അപ്പോൾ സാധാരണ രീതിയിൽ പഴയ കാലത്ത്
അത് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ പൂജയായിട്ടുള്ളൂ. മറ്റത് വെക്കലോണ്ട് വിരോധമില്ല. പക്ഷെ പൂജ കാരണം ബ്രാഹ്മണനാണല്ലോ പൂജ ചെയ്യേണ്ടത്. ആർക്കും ചെയ്യാം. ഇപ്പോൾ ഒരു കാലമാറ്റം പഠിച്ചവരൊക്കെ ആർക്കും ചെയ്യാം. അത് മറ്റൊരു ഘടകം. പക്ഷേ ആചരിച്ച് വരുന്നത് ബ്രാഹ്മണനാണ്. കാരണം വേദാധികാരം ബ്രാഹ്മണനേ ഉള്ളൂ. വേദാധികാരം കിട്ടിയ ഒരു ബ്രാഹ്മണൻ വേണം പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ. ബ്രാഹ്മണനാവണമെങ്കിൽ ഉപനയനം കഴിഞ്ഞാൽ വേദാധികാരം കിട്ടി. ആ വേദാധികാരം കിട്ടിയ വ്യക്തിക്കാണ് ഈ താന്ത്രിക പൂജ ചെയ്യാനുള്ള യോഗ്യതയുള്ളൂ. അത് കാരണം കൊണ്ട് മാത്രമാണ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ പൂജ തൃക്കാക്കരപ്പന് പൂജ നടത്തിയത്. മറ്റ് വെറുതെ തൃക്കാക്കരപ്പനാണ് സങ്കല്പിച്ച് അത് വെക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പൂജ ശരിക്കും ബ്രാഹ്മണൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രധാന ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ മാത്രമേ പൂജ വന്നുള്ളൂ, മറ്റുണ്ടാവില്ല. സാധാരണ ഓരോ സാഹചര്യം അനുസരിച്ചിട്ടും കുറച്ച് കാര്യമുണ്ട്. ഒന്നാമത് ഓരോരുത്തരും ആരുടെ ആയാലും പ്രധാനം അവരവരുടേതായ കർമ്മം ചെയ്യുക എന്നുള്ളത്. ഇന്ന കർമ്മം എന്നില്ല, അവരവർക്ക് വിധിച്ച കർമ്മം. ബ്രാഹ്മണന് വിധിച്ച കർമ്മം ബ്രാഹ്മണൻ ചെയ്യുക, മറ്റുള്ളവർക്ക് വിധിച്ച കർമ്മം ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് അവരുടേതായ കർമ്മങ്ങളും ജോലികളും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സമയം കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ തത്വം. അപ്പോൾ ആ വഴി 5 തരത്തിൽ ചെയ്താലും ഫലം കിട്ടുന്നത് ശാസ്ത്രപ്രകാരം ഒന്നിച്ചാണ്. ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തേക്കുള്ള എല്ലാ ചൈതന്യ സ്വരൂപം വരുന്നത് ആ ഒരു കൂട്ടായ്മയിലാണ്. അപ്പോൾ പണ്ട് കാണാം, ആരായാലും പറ്റില്ല, ആ കുടുംബത്തിൻ്റെ എല്ലാവരും കൂടി ഒറ്റ കൂട്ടായ്മയാണ്. ആ ഏകത്വത്തിലേക്കുള്ള തത്വമാണ്. വ്യത്യസ്തത ഉണ്ടാവുമെങ്കിലും ആ ഒരു യോഗ്യതയാണ് പ്രധാനം നൃത്തം. എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലേ ഇന്ന്. അപ്പൊ നമുക്കിനി കുടുംബാംഗങ്ങളെയൊക്കെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവരുടെ ഈ കൂട്ടുകുടുംബത്തിലെ കുറച്ച് വിശേഷങ്ങൾ കൂടി അറിയാം. അപ്പോൾ കാണിപ്പയ്യൂർ കുടുംബത്തിലെ മൂത്ത അന്തർജനമാണ്. എങ്ങനെയാണ് എല്ലാവരും കൂടിയിരിക്കുകയാണ് ഇപ്പോൾ? ഈ ഒരു ഓണാഘോഷത്തെക്കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം എങ്ങനെയാണ് തോന്നുന്നത്? കുട്ടിയിലൊക്കെ നല്ലോണം ആഘോഷിച്ചിരുന്നു. പിന്നെ പ്രാരാബ്ധമാകുമ്പോൾ അത്ര ഉണ്ടോയെന്നറിയില്ല. എന്നാലും അമ്മയും കൂട്ടുകുടുംബത്തിലൊക്കെ എന്നൊക്കെ ആഘോഷിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടും ഓണായ എന്തെങ്കിലുമൊക്കെ അന്നൊക്കെ അവിടെ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുക. അല്ലാണ്ട് നല്ല കാളൻ, ഓലൻ, പിന്നെ എന്താ അവിയൽ, ഇങ്ങനെയൊക്കെ അതിന് അന്നൊക്കെ വെച്ചുണ്ടാക്കുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ നല്ല സന്തോഷമായിട്ട് പഴമുറുക്കുണ്ടാവും, പപ്പടം ഉണ്ടാവും. അമ്മയുടെ പേര്? സുശീല എന്നാണ് പേര്. ഞാൻ കോഴിശ്ശേരി ഇവിടെ 2 വകയാണ് ഇവിടെ, കോഴിശ്ശേരിയും പൂളോണയും. കോഴിശ്ശേരി അപ്പം 3ാമത്തെ ആളുടെ ഭാര്യയാണ്. ബ്രഹ്മകുളത്ത് മംഗലത്താണ് ഇല്ല. ഞാനാണ് ഈ തറവാട്ടിൽ താമസിക്കുന്നത്. മകനും വൈഫും കുട്ടികളും. എൻ്റെ പേര് ശ്രീപാർവതി. എൻ്റെ ഇല്ലം പ്ലാമന്തോളടുത്താണ്. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി? ഇവിടെ 38 വർഷമായി. ഒരുപാട് വർഷമായിട്ടുണ്ട്. അന്നത്തെ പോലെ ഒന്നുമില്ല. ഇന്നിപ്പോൾ ഓണം. അന്ന് ഭയങ്കര അല്ല, അങ്ങനെ ഞങ്ങൾ അതാത് ആൾക്കാർ മാത്രം അവനവൻ്റെ ഇവിടെ. ഞാൻ വരുന്നതിന് മുമ്പേ ഒക്കെ എല്ലാവരും ഇവിടെയാവും. പക്ഷെ ഞാൻ വന്ന ശേഷമൊക്കെ അവനവൻ്റെ അവിടെ എല്ലാവരും. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എപ്പോഴും ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. അപ്പം നല്ല രസമാണ്. ഭക്ഷണവും ഇപ്പോൾ ആർക്കും ഭാരമില്ല. എല്ലാവരും ഓർഡർ ചെയ്യും വരുന്നല്ലാതെ നല്ല ബുദ്ധിമുട്ടാനൊക്കെ വിഷമല്ല. ആർക്കും സഹായത്തിനൊന്നും ആരും ഉണ്ടാവില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ നല്ല ഹാപ്പിയാണ് എല്ലാവരും. എൻ്റെ പേര് പാർവതി. ബ്രഹ്മക്കുളത്താണ്. ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ അന്തർജനം തന്നെയാണ്. ഞാൻ കാണിപ്പയ്യൂർ തറവാട്ടിലെ മനുവിൻ്റെ ഭാര്യയുടെ അമ്മയാണ്. ഗായത്രി എന്ന പേര് മകളുടെ. എൻ്റെ പേര് സുധ. ഞാൻ അമ്മയുടെ മരുമകളാണ്. സുശീല. എൻ്റെ പേര് സുജ. കാണിപ്പേര് തന്നെയാണ്. എൻ്റെ പേര് ആതിര. ഞാൻ ഇവിടുത്തെ മരുമകളാണ്. പരമേശ്വരൻ നമ്പൂരിപ്പാറിൻ്റെ മകൻ്റെ വൈഫാണ്.
ഞാൻ ഇവിടുത്തെ തെന്മാരാണ്, പരമേശ്വരൻ പരിപാടിൻ്റെ ഭാര്യയാണ്. ഒരു ഇന്ദിര എന്നാണ് പേര്. എൻ്റെ ഇല്ലം ചെമ്പന്തട്ട് വെമ്മനത്തൂർ മനയാണ്. എനിക്കൊരു മകളുണ്ട്, മകൻ്റെ ഭാര്യയാണത് ആതിര. ഓണമൊക്കെ ഞങ്ങൾ നല്ലവണ്ണം ആഘോഷിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒത്തുകൂടാറുണ്ട് സന്തോഷമായിട്ട്. ഞാൻ സാവിത്രി, കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ അന്തർജനയാണ്. എൻ്റെ പേര് ലത, നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ അത്തേമാരാണ്. എൻ്റെ ഇല്ലം അരീക്കോടാണ്, മലപ്പുറം ജില്ലയിൽ. ഇല്ലത്തുനിന്ന് ഇവിടെ വന്നിട്ടും ഒരു മാറ്റവും ഇല്ലാണ്ട് ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. 30 കൊല്ലമായി. വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടാറ്. ഓണത്തിനന്ന് രാവിലെയൊക്കെ അവരവരുടെ അവിടെയാവും, എന്നാലും ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടും. പിന്നെ ഇവർ ഏടത്തിമാർ പറഞ്ഞ പോലെ ഇവരൊക്കെ ഏട്ടന്മാരും ഏടത്തിമാരാണ്. അത് അഭിമാനത്തോടെ പറയാൻ തോന്നുകയാണ്. അത്രയും സന്തോഷമുണ്ട്. സുശീല ഏടത്തി ഇന്ദിര ഏടത്തി എല്ലാവരും, പിന്നെ നമ്മുടെ ജൂനിയേഴ്സും ഉണ്ട്. അങ്ങനെ നല്ല രസമായിട്ടാണ് ആഘോഷിക്കാറ്. എൻ്റെ പേര് അദ്രിത, ഞാൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ്റെ ഭാര്യയാണ്. എൻ്റെ ഇല്ലം ചാലക്കുടിയാണ്. 2 കുട്ടികളുണ്ട്, 2 പേര്. എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. കാണിപ്പേര് മനയുടെ പ്രത്യേകമായിട്ട് കാണിപ്പേര് മനയുടെ എല്ലാ അംഗങ്ങളുടെയും CCTV പ്രേക്ഷകർക്കൊക്കെ ഓണാശംസകൾ നേരുന്നു. ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാരണവരായിട്ടുള്ള അച്ഛൻ കാണിപ്പേർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ പിന്നത്തെ തലമുറയിലുള്ള കാണിപ്പയൂർ കുട്ടൻ നമ്പൂതിരിപ്പാട്, ഇദ്ദേഹവും വാസ്തു തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏട്ടനാണ് ഇത് മോഹനൻ, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഞങ്ങളുടെ ഒരു ചെറിയ അച്ഛനാണ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം നാട്ടിൽ തന്നെയാണ്. പിന്നെ മനു കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹവും എഞ്ചിനീയറാണ്, വാസ്തു കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹവും പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മകനാണ്, കൃഷ്ണൻ നമ്പൂതിരി തന്നെയാണ്. എല്ലാവരും കൃഷ്ണന്മാരാണ്, ഓക്കെ, നമ്പറിട്ട് വിളിക്കേണ്ട ആൾക്കാരാണ് എല്ലാവരും. അദ്ദേഹം കൃഷ്ണൻ നമ്പൂതിരി സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വാസ്തു തന്നെ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടൻ നമ്പൂതിരിപ്പാടിൻ്റെ മക്കള് മോഹനേട്ടൻ്റെ മക്കള്, അങ്ങനെ എല്ലാ കുടുംബാംഗങ്ങളും പരമാവധി പേര് ഇവിടെ ഉണ്ട്. നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ 3 പെൺകുട്ടികളാണ്. അവർ ഒരാൾ വിവാഹം കഴിഞ്ഞു പൂമുള്ളി മനയിലേക്ക്, ബാക്കി 2 പേരും ജോലിയായിട്ട് പുറത്തെ സ്ഥലങ്ങളിലാണ്. ഓണം ആഘോഷത്തിൽ ഓണമായെങ്കിലും ഓണം ദിവസത്തേക്ക് ഭാഗത്തിന് അവരൊക്കെ എത്തുന്നതാണ്. കൃഷ്ണൻ നമ്പൂതിരി പരിചയപ്പെടുത്തിയില്ല. ഞാൻ കാണിപ്പൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ തന്നെയാണ്, അതും കൃഷ്ണൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഇട്ടിട്ടാണോ വിളിക്കാറ്? കാരണം ഒരുപാട് കൃഷ്ണൻ നമ്പൂതിരിമാരുണ്ട്, ജൂനിയർ സീനിയർ. ഇനി ഒരു ഓണപ്പാട്ട് കുട്ടികളുടെ വക. എൻ്റെ കുട്ടികളാണ് അന്വിത കൃഷ്ണൻ, അതിഥി കൃഷ്ണൻ, സ്കൂളിൽ പഠിക്കുന്നു. ഇത് മനുവിൻ്റെ കുട്ടികളാണ് 2 പേര്. ഇത് ചെറിയ കൃഷ്ണൻ്റെ അനിയൻ്റെ ഉണ്ണിയാണ്. നീ പാട്ട് പാടാം. ഓണം വന്നോണം വന്നോണം വന്നേ, മാവേലി മന്നനെ വരവേൽക്കാൻ, ചിങ്ങനിലാവിൻ പൂക്കതിർന്നുള്ളാൻ കുഞ്ഞു മനസ്സുകൾ പായുന്നു, കുഞ്ഞു മനസ്സുകൾ പായുന്നു. പൂക്കൾ പറിച്ചു കഴിഞ്ഞാൽ നല്ല പൂക്കളം ഭംഗിയിൽ തീർക്കുന്നു. അത്തം പിറന്നാലോ 10 ദിനങ്ങളും ഓണാഘോഷത്തിൻ നാളുകളായി, ഓണാഘോഷത്തിൻ നാളുകളായി. ഒരു പാട്ടും കൂടി അറിയോ? അത്തം നാൾ തുമ്പപ്പൂ കൊണ്ടുവന്ന് പൂക്കളം തീർക്കുന്നു കുട്ടികളും. ചിത്തിര വന്നു പിറന്നിടുമ്പോൾ വെള്ള നിറമുള്ള പൂ നിറയും, വെള്ള നിറമുള്ള പൂ നിറയും. ചോതി പുലരുന്ന നേരം തന്നിൽ ചാരുതയുള്ള നിറപ്പൂവെത്തും. ശാഖ വരുന്ന ദിനം തന്നിലോ ശോകമില്ല പൂക്കൾ വന്നിടുന്നു. അനിഴം പുലരുന്ന നേരമൊന്നിൽ പൂക്കളം തീർക്കുന്നു ചെമ്പരത്തി.
തൃക്കേട്ട വന്നു പുലരുന്നേരം മന്ദാരമെത്തുന്നു പൂക്കളത്തിൽ. മൂലം നാൾ മൂലകൾ തീർത്തുകൊണ്ട് ബാലൻ പൂക്കളം തീർത്തിടുന്നു. കള്ളികൾ തീർത്തുള്ള പൂക്കളങ്ങൾ പൂരാട നാളിലായി തീർത്തിടുന്നു. ഉത്രാട നാളിലെ പൂക്കളത്തിൽ 10 നിറമുള്ള പൂക്കളത്തും. തിരുവോണം വന്നു പിറക്കും നേരം മാദേവരെത്തുന്നു പൂക്കളത്തിൽ. മാദേവരെത്തുന്നു പൂക്കളത്തിൽ. തൃക്കാക്കരയപ്പനെ പൂക്കളത്തിൽ തുമ്പപ്പൂ മൂടി അലങ്കരിക്കും. ഓണം തിരുവോണം വന്നു ചേർന്നാൽ ഉത്സവമാകുന്നു മാലോകർക്ക്. ഉത്സവമാകുന്നു മാലോകർക്ക്. പെണ്ണുങ്ങൾ ചേർന്ന് കളിച്ചിടുന്നു. ആണുങ്ങൾക്കെല്ലാവർക്കും തായം കളി. കൂട്ടുകുടുംബങ്ങൾ ഒന്നു ചേർന്ന് ഓണം ബഹുത്വത്തിനാഘോഷമായി. ഓണം ബഹുത്വത്തിനാഘോഷമായി. ഇപ്പം കുട്ടികൾ പാടിയിട്ടുള്ള ഈ പാട്ടുണ്ടല്ലോ, ഇത് ഏട്ടൻ്റെ ചെറിയ മകളെ മാരി ചെയ്ത ആൾ എഴുതി തന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്കിവിടെ ഒരു കൈകൊട്ടിക്കളിയുടെ ഒരു ടീമുണ്ട്. കാണിപ്പയ്യൂർ കൈകൊട്ടിക്കളി സംഘം തന്നെയാണ്. ഇവിടെ ഉള്ളവർ മാത്രമല്ല, കുറച്ച് വേറെ അന്തർജനങ്ങൾ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ദിലീപ് എഴുതി തന്നിട്ടുള്ളതാണ്. ദിലീപിൻ്റെ സ്ഥലം പുന്നയൂർക്കുളത്താണ്. അയാളങ്ങനെ ഞങ്ങൾക്ക് പാട്ടുകൾ എഴുതി തരാറുണ്ട്. ആ പാട്ടാണ് ഇതിലെല്ലാം ഓണത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത്തം മുതൽ 10 ദിവസത്തെ എല്ലാ കാര്യങ്ങളും. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ഐതിഹ്യങ്ങളും മനസ്സിലാവുന്ന ഒരു പാട്ട്. 3 തിരുമേനിമാരുടെ അന്തർജനങ്ങളാണ്. ഒരുപാട് വർഷങ്ങളോളമായിട്ട് കാണിപ്പയ്യൂരിലേക്ക് വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ കാണിപ്പയ്യൂർ കുടുംബവുമായിട്ട് ഒത്തുചേർന്ന് സുഖസുന്ദരായിട്ട് മക്കളും മരുമക്കളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ്. കൃഷ്ണൻ നമ്പൂതിരി ഇപ്പോൾ അന്തർജനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എത്ര വർഷമായി ഇപ്പോൾ ഇങ്ങോട്ട് വേലി കഴിച്ച് വന്നിട്ട്? 56 വർഷമായി. അപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ആദ്യത്തെ കാലത്ത് വരുമ്പോഴുള്ള ഒരു അനുഭവം, ഇപ്പോഴുള്ള ഒരു അനുഭവം? ഞാനിവിടെ വന്നിട്ട് 56 കൊല്ലമായി. ആദ്യം അവിടെ മുത്തപ്പനുണ്ടായിരുന്നു. 5-8 കൊല്ലം അവിടെ തന്നെയാണ് ഓണത്തിനൊക്കെ പതിവുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കൂട്ടാറുള്ളൂ. ഇപ്പം പിന്നെ എല്ലാവരും കൂടി എവിടെയെങ്കിലും ഒരിക്കൽ കൂടും. അങ്ങനെയാണ് പതിവ്. നല്ല സന്തോഷമായിട്ടാണ്. പഠിക്കണവരും ഒക്കെ വരാനും ഒക്കെ സ്കൂളിലെ അങ്ങനെയല്ല, ഓണത്തിനല്ലേ പറ്റുള്ളൂ. ഓണാഘോഷത്തിനാണ് എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിച്ച് കാണാനും വർത്താനം പറയാനുള്ള സമയവും സന്ദർഭവും അങ്ങനെ പിന്നെ എല്ലാവർക്കും ഒഴിവാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടാറുണ്ട് സന്തോഷമായിട്ട്. പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ അന്തർജനാണ്. എത്ര വർഷമായി വേലി കഴിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ട്? 45 വർഷമായി. എങ്ങനെ പോകുന്നു കുടുംബം? നന്നായി പോകുന്നു. സന്തോഷമായിട്ട്. അന്നും ഇന്നൊക്കെ ഒരുപോലെ പോകണു. അതെ, നന്നായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ പതിവ്. കുറേ കാലമായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ഏട്ടൻ്റെ അടുത്തേക്ക് പോവും, കൃഷ്ണപുരപ്പൻ്റെ അവിടേക്ക് പോവും. അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. എല്ലാവരും എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കും. അങ്ങനെ ഊണ് കഴിഞ്ഞാൽ എല്ലാവരും പിരിയും. ഊണ് കഴിക്കുന്ന ആഘോഷം. രാവിലെ വരും, നേരത്തെ വരും. നാരായണ നമ്പൂതിരിപ്പാടിന്റെ അന്തർജനാണ്. ഏറ്റവും താഴെയുള്ള ആളാണ് അല്ലേ? അപ്പൊ എങ്ങനെ എത്ര വർഷമായിട്ട് ഇപ്പൊ ഇവരുടെ കൂടെ ഉണ്ട്? 35 വർഷമായിട്ട്. അപ്പോ ചേട്ടത്തിമാരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് കയറിയിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് അനുഭവങ്ങൾ? അമ്മയുടെയും അമ്മ മരിച്ചിട്ട് 4-5 വർഷമായിട്ടുള്ളൂ. 8 വർഷമായി. അമ്മ ഉള്ളപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കൂടാറുള്ളത്. ഇപ്പം അമ്മ മരിച്ച പിന്നെ പറഞ്ഞ പോലെ ഇന്ദിരയെടുത്തി പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവരങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ കൂടും. എന്തായാലും നല്ല സന്തോഷമായിട്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഒരാളൊന്നും ഉണ്ടാക്കിക്കൊണ്ടുവരാ. അങ്ങനെ അത് ഒരുപാട് കുടുംബങ്ങളുള്ള കാരണം ഓരോ വിഭവങ്ങൾ പിന്നെ വർത്തമാനം പറയുക, അതാണ് മെയിനായിട്ട്. അല്ലാണ്ട് ഇപ്പം സാധാരണ ദിവസമൊന്നും വർത്തമാനം പറയാൻ ആർക്കും ഒഴിവില്ല. എല്ലാവരും ജോലി ഇല്ലാത്തവർക്കും വേറെ പണികളുണ്ട്. അങ്ങനെയാണല്ലോ, ഫുൾ എൻഗേജ്ഡാണ് എല്ലാവരും. അപ്പം നമുക്ക് സാധാരണ ദിവസം അങ്ങനെ ഇരുന്ന് വർത്തമാനം പറയല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങളൊക്കെ ഒരു വിശേഷങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയാലും തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കാറുണ്ട്, നിങ്ങൾ അവിടെ നിന്നൊന്നും കാണാറില്ലേ? അത് വാസ്തവമാണ്, കുറച്ച് വാസ്തവമാണ്. അപ്പം ഈ ഓണം, വിഷു അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടും. നല്ല സന്തോഷമാണ് അത്. ഇനി നമ്മൾ ഒരു കൈക്കുട്ടിക്കളിയിലേക്ക് പോവുകയാണ്. കാണിപ്പയ്യൂർ കൈക്കുട്ടിക്കളി സംഘം വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു ടീമാണ്. പക്ഷെ ഇവിടെ കുടുംബാംഗങ്ങൾ ചേർന്നിട്ട് ഒരുക്കുന്ന ഒരു ചെറിയ കൈക്കുട്ടിക്കളി. ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. പൂപ്പൊലി പൊലി പൂവേ
മംഗമാരുടെ കോലാഹലം തിരി മംഗമാരുടെ കോലാഹലം പന്തടിച്ചിട്ടും ചിന്തുകൾ പാടിയിട്ടും മംഗമാരുടെ കോലാഹലം തിരി മംഗമാരുടെ കോലാഹലം പൂപ്പൊലി പൊലി പൂവേ നല്ലൊരോണമുണ്ടല്ലോ പോന്നു വരുന്നു ഓണമുണ്ടല്ലോ പോന്നു വരുന്നു ഉത്രാടത്ത് നാളന്നത്തെ വാർത്തകൾ എത്ര വിസ്മയം കേട്ടുകൊള്ളിൻ തിരെ എത്ര വിസ്മയം കേട്ടുകൊള്ളിൻ ഉത്രാടത്ത് നാളന്നത്തെ വാർത്തകൾ എത്ര വിസ്മയം കേട്ടുകൊള്ളിൻ തിരെ എത്ര വിസ്മയം കേട്ടുകൊള്ളിൻ കാളനോലനെ ശരി ശരി വാഴയ്ക്കച്ചന വറുത്തുപേരി തിരെ വാഴയ്ക്കച്ചന വറുത്തുപേരി കാളനോലനെ ശരി ശരി വാഴയ്ക്കച്ചന വറുത്തുപേരി തിരെ വാഴയ്ക്കച്ചന വറുത്തുപേരി പപ്പടം പഴം പഞ്ചസാര നെയ്യും വേണ്ടുവോളം വിളമ്പിക്കൊണ്ട് തിരെ വേണ്ടുവോളം വിളമ്പിക്കൊണ്ട് പപ്പടം പഴം പഞ്ചസാര നെയ്യും വേണ്ടുവോളം വിളമ്പിക്കൊണ്ട് തിരെ വേണ്ടുവോളം വിളമ്പിക്കൊണ്ട് ഓടി വസ്ത്രമുടുക്കും കൊണ്ടങ്ങിനെ കോമളാങ്കിമാർ വട്ടം തികഞ്ഞു കോമളാങ്കിമാർ വട്ടം തികഞ്ഞു ഓടി വസ്ത്രമുടുത്തും കൊണ്ടങ്ങിനെ കോമളാങ്കിമാർ വട്ടം തികഞ്ഞു കോമളാങ്കിമാർ വട്ടം തികഞ്ഞു ലോകനാഥൻ തിരുനാളാണ് നാളെ എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു ലോകനാഥൻ തിരുനാളാണ് നാളെ എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു പൂപ്പൊലി പൊലി പൂവേ നല്ലൊരോണമുണ്ടല്ലോ പോന്നു വരുന്നു ഓണമുണ്ടല്ലോ പോന്നു വരുന്നു ഓണമുണ്ടല്ലോ പോന്നു വരുന്നു ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മനയാണ്. പഴയ മനവീടുകളിലൊക്കെ പ്രധാന വാതിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗജലക്ഷ്മി കാണാം. അതിനൊരു ചരിത്രമുണ്ട്. നമുക്ക് പരമേശ്വരൻ നമ്പൂതിരി അത് പറഞ്ഞു തരും. എന്താണ് അതിൻ്റെ ഒരു ചരിത്രം? ഗൃഹനിർമ്മാണത്തെ പ്രതിപാദിക്കുന്ന ഒരാധികാരിക ഗ്രന്ഥമാണ് മനുഷ്യാലയ ചന്ദ്രിക. ആ ഗ്രന്ഥത്തിൽ പ്രധാന ചതുശാലയുടെ നാലുകെട്ടിൻ്റെ കട്ടിലയുടെ മുകളിൽ മംഗളപ്പലക ഉണ്ടാക്കി വയ്ക്കാൻ പ്രതിപാദ്യമുണ്ട്. ആ മംഗളപ്പലകയിൽ ഏതൊക്കെ രൂപങ്ങൾ വേണമെന്നും ആചാര്യൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഗണേശ പത്മാലയ യാദവ മൂർത്തിഭേദാൻ യഥേഷ്ടം ആപാദ്യ വിചിത്രപത്രി പ്രഭേദയുക്താം ഫലകാം വിദധ്യാൻ. ഗണപതി, മഹാലക്ഷ്മി, കൃഷ്ണൻ്റെ യാദവമൂർത്തി കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ മറ്റ് രൂപങ്ങളൊക്കെ കൊത്തിവെക്കാം. അതിന് ചുറ്റും പക്ഷിമാല മുതലായ അലങ്കാരങ്ങളുമാകാം. അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ വാദ്യങ്ങളും കൊത്തിവെക്കാറുണ്ട്. ഇതിനൊക്കെ പുറമെ താമരപ്പൂവിൽ ഇരിക്കുന്ന മഹാലക്ഷ്മിയാണ് അധികവും കൊത്തിവെക്കുക പതിവ്. ആ മഹാലക്ഷ്മിയെ 2 വെള്ള ആനകൾ അവരെ കുടത്തിൽ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതിനും ആധികാരിക ശ്ലോകമുണ്ട്. ശുഭ്രേഭദ്വയ പുഷ്കരേരിത കട ചോദാദി ശുദ്ധോദകൈഹി സ്നായന്തീം അധികൃത്യരൂപ വിഭവാം നീലോല്ലസൽ കുന്തളാം ശുഭ്രാകൽപ്പ വിശേഷ വിഭ്രമരസാം ഉത്തപ്ത ഹേമപ്രഭാം വന്ദേ ബാഹുയുഗ പ്രസക്ത കമലാം ദേവീം സരോജാസനാം. താമരപ്പൂവിൽ താമര ധരിച്ച് ഇരിക്കുന്ന ദേവിയുടെ രൂപം കുത്തിവയ്ക്കുന്നു. വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യയോട് കൂടിയിട്ടാണ് ഓണാഘോഷം പൂർണ്ണമാവുന്നത്. അപ്പം ഇനി നമുക്ക് നല്ലൊരു സദ്യ ആയാലോ?